നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ 3000 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ 1000 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം വരുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം വരുന്നത്. 8.75 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം വരുന്നത് എവിടെയാണ്? രാജസ്ഥാൻ. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ രോഗികളുടെ രക്ഷയ്ക്കായി പ്ലാസ്മ ചികിത്സാ രീതി ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ രോഗികളുടെ രക്ഷയ്ക്കായി പ്ലാസ്മ ചികിത്സാ രീതി കേരളമാണ് ലഭ്യമാക്കിയത്. കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് 2020 മെയ് മാസത്തിൽ രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന ആരംഭിച്ചത് ഛത്തീസ്ഗഡ് ആണ്. രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന 2020 മെയ് മാസത്തിൽ ആരംഭിച്ചത് ഛത്തീസ്ഗഡ് ആണ്. 2026 ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് USA. അപ്പൊ USA ആണ് 2026 ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. സീ ഗാർഡിയൻസ് എന്ന നാവിക അഭ്യാസത്തിൽ ചൈനയ്ക്കൊപ്പം പങ്കെടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ ചൈനയ്ക്കൊപ്പം പാകിസ്ഥാനാണ് പങ്കെടുത്തത് സീ ഗാർഡിയൻസ് എന്ന നാവിക അഭ്യാസത്തിൽ. ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? 69A. 69A ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പം കാലിക പ്രസക്തി ഉള്ളതാണ്, അതുകൊണ്ട് ഓർക്കുക. ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? 69A പ്രകാരമാണ്. 2020 മാർച്ചിൽ ഇന്ത്യൻ ഓഷൻ കമ്മീഷന്റെ നിരീക്ഷക പദവി ലഭിച്ച 5ാമത്തെ രാജ്യമാണ് ഇന്ത്യയാണ്. ഗ്രീൻലാൻഡിന്റെ തീരത്തായി ലോകത്തെ ഏറ്റവും വടക്കേ അറ്റത്തായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ദ്വീപാണ് ക്വെക്കർ ധാത് അവനർ ലെഖ്. ക്വെക്കർ ധാത് അവനർ ലെഖ് എന്ന ദ്വീപ് ഗ്രീൻലാൻഡിന്റെ തീരത്തായിട്ട് ഏറ്റവും വടക്കേ അറ്റത്തായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ദ്വീപാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനടി തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 12th ലെവൽ മെയിൻസ് CEO എക്സാമിന് വേണ്ടി ഒരു 60 ഡേയ്സ് ബാച്ച് കോഴ്സ് നവംബർ 10th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സിലബസ് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് തരുന്ന രീതിയിൽ ദിശ എന്ന ബാച്ച് കോഴ്സാണ്. ഈ കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒരുമിച്ച് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ്സ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ ബെക്കോ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. 150 ദിവസത്തെ ബാച്ച് കോഴ്സ് നവംബർ 4th സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒറ്റ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. ഈ എല്ലാ കോഴ്സുകളും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നവംബർ 3 ആരംഭം എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LDC മെയിൻസിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. റിവിഷന് വേണ്ടിയിട്ട് ഒക്ടോബർ 21 റിവിഷൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവംബർ 14 ഒരു അടിപൊളി കോമ്പാക്ട് നടക്കാൻ പോവുകയാണ്. അതായത് ഒരു ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് നടക്കാൻ പോവുകയാണ്. ഇതിൽ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക്, ആദ്യത്തെ 100 പേർക്ക് വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ്, അതായത് സബ്സ്ക്രിപ്ഷനിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതുപോലെ 20 ലക്കി പാർട്ടിസിപ്പൻസിന് ഒരുപാട് സമ്മാനങ്ങൾ, വിലയേറിയ ഒരുപാട് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് ഒരു സുവർണ അവസരമുണ്ട്. അതായത് 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 1 മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ്. അതായത് ടോട്ടൽ 4 മാസത്തെ സബ്സ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 9th and 10th നവംബറിൽ മാത്രമേ ഈ ഓഫർ വാലിഡ് ആയിട്ടുള്ളൂ. ഉടൻ തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. പോലീസ് സേവനങ്ങൾക്ക് റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. പോലീസ് സേവനങ്ങൾക്ക് റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ കാർഡ് രാജ്യത്ത് ആദ്യമായി ഉപയോഗിച്ചത് ഡൽഹിയിലാണ് 2020. QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ കാർഡ് രാജ്യത്ത് ആദ്യമായി ഉപയോഗിച്ചത് ഡൽഹി 2020. ഇന്ത്യയിലെ ഗ്രേറ്റ തുൻബർഗ് എന്നറിയപ്പെടുന്നത് ലിസിപ്രിയ കം ഗുജം
മണിപ്പൂരുകാരിയായ ലിസിപ്രിയ കങ്കുജം ആണ് ഇന്ത്യയിലെ ഗ്രേറ്റ തുൻബർഗ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ജാർഖണ്ഡിന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ദയാമണി ബാർല. ദയാമണി ബാർലയാണ് ജാർഖണ്ഡിന്റെ ഉരുക്ക് വനിത എന്ന് അറിയപ്പെടുന്നത്. കാശ്മീരിന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് പർവീണ അഹങ്ങർ. പർവീണ അഹങ്ങർ ആണ് കാശ്മീരിന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത്. ജാർഖണ്ഡിന്റെ ഉരുക്ക് വനിത ദയാമണി ബാർലയുമാണ്. ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് 1970-കളിൽ പസഫിക് ജനതയോട് കാണിച്ച അതിക്രമത്തിന് മാപ്പ് പറഞ്ഞത്? ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയാണ് 1970-കളിൽ പസഫിക് ജനതയോട് കാണിച്ച അതിക്രമത്തിന് എന്ത് പറഞ്ഞത്? മാപ്പ് പറഞ്ഞത്. ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിച്ചത് അരുണാചൽ പ്രദേശിലാണ്. ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. സംസ്ഥാന സർക്കാരും കൊച്ചി ബിനാലെ ഫൗണ്ടേഷനും ചേർന്ന് ലോകമേ തറവാട് എന്ന കലാപ്രദർശനം സംഘടിപ്പിക്കുന്നത് ആലപ്പുഴയിലാണ്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. സംസ്ഥാന സർക്കാരും കൊച്ചി ബിനാലെ ഫൗണ്ടേഷനും ചേർന്ന് ലോകമേ തറവാട് എന്ന കലാപ്രദർശനം സംഘടിപ്പിക്കുന്നത് എവിടെ? ആലപ്പുഴ. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ഭാര്യമാർക്ക് സഹായം നൽകാൻ മിഷൻ വാത്സല്യ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മിഷൻ വാത്സല്യ എന്താണ് ഇതിന്റെ ലക്ഷ്യം? കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ഭാര്യമാർക്ക് സഹായം നൽകുക. കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് SCERT ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി പാഠം. ഇപ്പൊ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് SCERT ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി പാഠം. ലോക ആത്മഹത്യ തടയൽ ദിനം സെപ്റ്റംബർ 10. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യ തടയൽ ദിനം. 2021 US ഓപ്പൺ സിംഗിൾസ് ജേതാവ് ഡാനിയൽ മെദ്വദേവ് ആണ്. റഷ്യൻ താരമായ ഡാനിയൽ മെദ്വദേവ് ആണ് 2021 US ഓപ്പൺ സിംഗിൾസ് ജേതാവ്. 2021 US ഓപ്പൺ സിംഗിൾസ് ഡാനിയൽ മെദ്വദേവ് ആരെയാണ് തോൽപ്പിച്ചത്? നൊവാക് ജോക്കോവിച്ചിനെയാണ് തോൽപ്പിച്ചത്. 2021 ഫ്രഞ്ച്, വിംബിൾഡൺ, ഓസ്ട്രേലിയൻ എന്നീ പുരുഷ ടൂർണമെന്റിൽ ജയിച്ചത് നൊവാക് ജോക്കോവിച്ച് ആണ്. US മാത്രമാണ് പരാജയപ്പെട്ടത്. നൊവാക് ജോക്കോവിച്ചിനെ ഡാനിയൽ മെദ്വദേവ് തോൽപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഗ്രീൻ മസ്ജിദ് 2021 സെപ്റ്റംബറിൽ തുറന്നു പ്രവർത്തിച്ചത് എവിടെയാണ്? ദുബായിലാണ്. ദുബായ് ഗ്രീൻ മസ്ജിദ്. മലയാളത്തിൽ ആദ്യമായി ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയ പത്രമാണ് കേരള കൗമുദി. കാഴ്ച എന്നാണ് ഈ ആപ്പിന്റെ പേര്. അപ്പൊ മലയാളത്തിൽ ആദ്യമായി ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയ പത്രം കേരള കൗമുദിയാണ്. കാഴ്ച എന്നാണ് ഈ ആപ്പിന് നൽകിയിരിക്കുന്ന പേര്. ഇന്ത്യയിലെ ആദ്യ ലൈക്കൺ ലൈക്കണിന് വേണ്ടിയിട്ട് പാർക്ക് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. തിരുവനന്തപുരം VJT ഹാളിന് അയ്യങ്കാളിയുടെ പേര് നൽകിയത് ഏത് വർഷം? 2019 മുതൽ അയ്യങ്കാളി ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിന് കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് മാലാഖ. മാലാഖ എന്ന പദ്ധതി ആരംഭിച്ചത് കേരള പോലീസ് ആണ്. ലക്ഷ്യം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുക എന്നുള്ളതാണ്. എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന ബഹുമതി ലഭിച്ചത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന ബഹുമതി ലഭിച്ചത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്, തിരുവനന്തപുരം ജില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയും തമിഴ് കവിയുമായ ഏത് വ്യക്തിയുടെ ചരമ വാർഷികത്തിന്റെ 100ാം വാർഷികമാണ് 2021 ആചരിച്ചത്? സുബ്രഹ്മണ്യ ഭാരതിയുടെ ചരമവാർഷികത്തിന്റെ 100ാം വാർഷികമാണ് 2021 ആചരിച്ചത്. ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ആമകൾക്ക് വേണ്ടിയുള്ള ആദ്യ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനമാണ് ബീഹാർ. ഫ്രഷ് വാട്ടർ ടോട്ടോയിസ്. ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ആമകൾക്ക് വേണ്ടിയുള്ള ആദ്യ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം ബീഹാർ ആണ്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ആദ്യ ടീം? ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ന്യൂസിലൻഡ്. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഇംഗ്ലണ്ട്.
വൃക്ഷങ്ങൾക്ക് ജീവനാംശം അനുവദിച്ച സംസ്ഥാനം ഹരിയാനയാണ്. വൃക്ഷങ്ങൾക്ക് ജീവനാംശം അനുവദിച്ച സംസ്ഥാനം. ലോകത്ത് ആദ്യമായി GST കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനി ഏതാണ്? കാസിയോ എന്ന കമ്പനിയാണ് GST കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനി. കാസിയോ കാൽക്കുലേറ്റേഴ്സ് ഒക്കെ പുറത്തിറക്കുന്ന പ്രശസ്തമായ ഒരു കമ്പനിയാണ് കാസിയോ. ലോകത്തിൽ ആദ്യമായിട്ട് GST കാൽക്കുലേറ്റർ പുറത്തിറക്കി. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 2021 ഫെബ്രുവരിയിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച അദാലത്താണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശം എന്ന അദാലത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചു. പേരെന്താണ്? സ്നേഹസ്പർശം. അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഹിരാനഗർ, ജമ്മു കാശ്മീർ. പഞ്ചാബിലെ ഏത് പ്രസിദ്ധമായ സ്മാരകമാണ് കേന്ദ്ര സർക്കാർ നവീകരിച്ച് 2021 ഓഗസ്റ്റിൽ വീണ്ടും തുറന്നുകൊടുത്തത്? ജാലിയൻ വാലാബാഗ് സ്മാരകമാണ്. ജാലിയൻ വാലാബാഗ് സ്മാരകം. പ്രഥമ കൈരളി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനാണ് പ്രഥമ കൈരളി പുരസ്കാരത്തിന് അർഹനായത്. 2021 നൊമാഡിക് ഫെസ്റ്റിവലിന് വേദിയായത് ലഡാക്ക്. ലോകത്ത് ആദ്യമായി മനുഷ്യനിൽ കളർ എക്സ്റേ പരീക്ഷിച്ച രാജ്യമാണ് ന്യൂസിലൻഡ്. ന്യൂസിലൻഡാണ്. ആതുര സേവനവുമായി ബന്ധപ്പെട്ട ഏത് വനിതയുടെ 200ാം ജന്മവാർഷികമാണ് 2020 മെയ് 12 ആചരിച്ചത്? ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ 200ാം ജന്മവാർഷികം 2020 മെയ് 12 ആചരിച്ചു. 2021 ഏത് വർഷമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്? കുടുംബ വർഷമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. 2019 ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റായി നിയമിക്കപ്പെട്ടത് സൗമ്യ സ്വാമിനാഥൻ. MS സ്വാമിനാഥന്റെ മകളായ സൗമ്യ സ്വാമിനാഥനാണ് 2019 ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റായിട്ട് നിയമിക്കപ്പെട്ടത്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാരുടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള എണ്ണം 34. ഭേദഗതി പ്രകാരം വന്നതാണ് 34 ഇപ്പോൾ. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. 78ാമത് വെനീസ് ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ലയണിന്, അതായത് മികച്ച ചിത്രത്തിന് നൽകുന്നതാണ് ഗോൾഡൻ ലയൺ പുരസ്കാരം. ഹാപ്പനിങ് എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. 78ാമത് വെനീസ് ചലച്ചിത്രോത്സവത്തിൽ മികച്ച സംവിധായകനുള്ള സിൽവർ ലയൺ നേടിയത് ജെയിംസ് കാംബിയോൺ ആണ്. സിൽവർ ലയൺ, മികച്ച സംവിധായകനുള്ള സിൽവർ ലയൺ പുരസ്കാരം ലഭിച്ചത്. മികച്ച നടൻ ജോൺ ആഴ്സിലയാണ് മികച്ച നടൻ. മികച്ച നടി പെനിലൂപ്പ് ക്രൂസ്. ചിത്രം നോക്കി വെക്കുക. ഹാപ്പനിങ്. 2019 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് വേദിയായ രാജ്യമാണ് ചൈന. 2019 2020 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ വേദിയായത് കൊളംബിയ. 2021 പാകിസ്ഥാൻ. അപ്പൊ 2019 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ വേദി ചൈന, 2020 കൊളംബിയ, 2021 പാകിസ്ഥാൻ. ലോക ഗജദിനം ഓഗസ്റ്റ് 12 ലോക ഗജദിനം ഓഗസ്റ്റ് 12. 2021 ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട കോസ്റ്റ് ഗാർഡിന്റെ 7ാമത്തെ ഓഫ് ഷോർ പെട്രോൾ വെസലാണ് ICG വിഗ്രഹ. 2021 ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട കോസ്റ്റ് ഗാർഡിന്റെ 7ാമത്തെ ഓഫ് ഷോർ പെട്രോൾ വെസൽ ICG വിഗ്രഹ. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2020 നേടിയ ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന യാത്രാവിവരണം രചിച്ചത് വിധു വിൻസെന്റിന്റെ യാത്രാവിവരണം ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ത് ലഭിച്ചു? കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2020 ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2020 നേടിയ ബാലസാഹിത്യ കൃതിയായ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ രചിച്ചത് പ്രിയ AS ആണ്. ബാലസാഹിത്യ കൃതിയാണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. രചിച്ചതാരാ? പ്രിയ AS. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2020 നേടിയ PF മാത്യൂസിന്റെ നോവൽ അടിയാളപ്രേതം. ഒന്നുകൂടെ പറയാം. യാത്രാവിവരണത്തിനുള്ള അവാർഡ് ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന യാത്രാവിവരണത്തിന് വിധു വിൻസെന്റ് ലഭിച്ചു. ബാലസാഹിത്യ കൃതി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ പ്രിയ AS. മികച്ച നോവൽ PF മാത്യൂസിന്റെ നോവലായ അടിയാളപ്രേതം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2020. ഇന്ത്യയിലെ ആദ്യത്തെ കഴുകൻ പരിരക്ഷണ പ്രജനന കേന്ദ്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഖൊരഗ്പൂരിലാണ്. കഴുകൻ പരിരക്ഷണ പ്രജനന കേന്ദ്രം ഖൊരഗ്പൂർ.
ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് ബാധ തൃശ്ശൂരിൽ സ്ഥിരീകരിച്ചത് എന്നാണ്? 2020 ജനുവരി 30-നാണ്. 2020 ജനുവരി 30. സൗത്ത് ഏഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ മികച്ച നടനായി 2021 സെപ്റ്റംബറിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ദ്രൻസിനെയാണ്. ഇന്ദ്രൻസ് സൗത്ത് ഏഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ. സംസ്ഥാന ലോട്ടറി വകുപ്പ് ആരംഭിച്ച പ്രതിമാസ ഭാഗ്യക്കുറി ഭാഗ്യമിത്ര. സംസ്ഥാന ലോട്ടറി വകുപ്പ് ആരംഭിച്ച പ്രതിമാസ ഭാഗ്യക്കുറി ഏതാണ്? ഭാഗ്യമിത്ര. 2020 ഐക്യരാഷ്ട്രസഭ ഏത് ഇന്ത്യൻ ബാലികയെയാണ് പാവങ്ങളുടെ ഗുഡ്വിൽ അംബാസിഡറായി തെരഞ്ഞെടുത്തത്? എം നേത്ര. തമിഴ്നാട് സ്വദേശിയായ എം നേത്രയാണ് പാവങ്ങളുടെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്തത്. ഓക്കെ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ വെൻ ഗോഡ് ഈസ് എ ട്രാവലർ എന്ന ഇംഗ്ലീഷ് കവിത രചിച്ചത് അരുന്ധതി സുബ്രഹ്മണ്യമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ വെൻ ഗോഡ് ഈസ് എ ട്രാവലർ, വെൻ ഗോഡ് ഈസ് എ ട്രാവലർ എന്ന ഇംഗ്ലീഷ് കവിത രചിച്ചത് അരുന്ധതി സുബ്രഹ്മണ്യം. ഗോത്ര വിഭാഗ പോലീസ് ബറ്റാലിയൻ രൂപവത്കരിച്ച ആദ്യ സംസ്ഥാനം കേരളം. 2019 ഗോത്ര വിഭാഗ പോലീസ് ബറ്റാലിയൻ രൂപവത്കരിച്ചത് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഓൾ വിമൻ പോലീസ് ബറ്റാലിയൻ രൂപവത്കരിച്ചത് ബീഹാർ ആണ്. 2020 മാർച്ചിൽ. ഓക്കെ. ഗോത്ര വിഭാഗ പോലീസ് ബറ്റാലിയൻ കേരളം 2019. വിമൻ പോലീസിന്റെ ട്രൈബൽ ഓള് രൂപവത്കരിച്ച ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണ്. 2020 മാർച്ച്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കിംഗ് കപ്പലാണ് ധ്രുവ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കിംഗ് കപ്പൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കിംഗ് കപ്പൽ ധ്രുവ്. രാജ്യസഭാ സെക്രട്ടേറിയറ്റിൽ സേവനം അനുഷ്ഠിച്ച് രാജ്യസഭാ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി രാമചാരിലു ആണ്. രാജ്യസഭാ സെക്രട്ടേറിയറ്റിൽ സേവനം അനുഷ്ഠിച്ച് രാജ്യസഭാ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തിയാണ് രാമചാരിലു. ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 7ാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2020 ഡിസംബറിൽ UN പോപ്പുലേഷൻ അവാർഡിന് അർഹമായ ആദ്യ ഇന്ത്യൻ പ്രസ്ഥാനം ഹെൽപ്പേജ് ഇന്ത്യ എന്നതാണ്. 2020 ഡിസംബറിൽ UN പോപ്പുലേഷൻ അവാർഡിന് അർഹമായ ആദ്യ ഇന്ത്യൻ പ്രസ്ഥാനം ഹെൽപ്പേജ് ഇന്ത്യ. 2021 സെപ്റ്റംബറിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ഭൂപേന്ദ്ര പട്ടേലാണ്. 2021 സെപ്റ്റംബറിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ഭൂപേന്ദ്ര പട്ടേൽ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സർ അടിച്ച രണ്ടാമത്തെ താരം ജസ്കരൺ മൽഹോത്ര. പപ്പുവ ന്യൂ ഗിനിയക്കെതിരെ US താരം ആണ് നേട്ടം കൈവരിച്ചത്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സർ അടിച്ച രണ്ടാമത്തെ താരമാണ് ജസ്കരൺ മൽഹോത്ര. ജസ്കരൺ മൽഹോത്ര ജനിച്ചത് ചണ്ഡീഗഡിലാണ് ജനിച്ചത്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സർ അടിച്ച ആദ്യ താരം ഹെർഷൽ ഗിബ്സ് ആണ് ആദ്യ താരം. 2021 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ബ്രിട്ടന്റെ 16-കാരി ആരാണ്? എമ്മ റാഡുക്കാനു. എമ്മ ജനിച്ചത് കാനഡയിലാണ്. അമ്മ ചൈന, അച്ഛൻ റൊമേനിയ. ഓക്കെ. 2021 US ഓപ്പൺ വനിതാ സിംഗിൾസിൽ എമ്മ റാഡുക്കാനു ആരെയാണ് തോൽപ്പിച്ചത്? ലൈല ഫെർണാണ്ടസിനെയാണ് തോൽപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോൺ തെറാപ്പി കേന്ദ്രം ആരംഭിച്ചത് ചെന്നൈയിലാണ്. എവിടെയാണ്? ചെന്നൈയിലാണ്. അടുത്ത ചോദ്യം. ദ ഇന്ത്യൻ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൻ വേൾഡ് എന്ന പുസ്തകം രചിച്ച കേന്ദ്രമന്ത്രി ആരാണ്? ദ ഇന്ത്യൻ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൻ വേൾഡ് എന്ന പുസ്തകം രചിച്ചത് സുബ്രഹ്മണ്യം ജയശങ്കർ ആണ്, വിദേശകാര്യ മന്ത്രി. ചരിത്രത്തിൽ ആദ്യമായി ഏത് സ്വകാര്യ കമ്പനിയാണ് 2 സഞ്ചാരികളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചത്? സ്പേസ് എക്സ്. മരിയ ഷറപ്പോവയ്ക്ക് ശേഷം ഗ്രാൻഡ് സ്ലാം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് എമ്മ റാഡുക്കാനു. യോഗ്യതാ മത്സരം കളിച്ച് ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തുന്ന ആദ്യ താരവും ആര് തന്നെയാണ്? എമ്മ റാഡുക്കാനു. 2019 ദ്രോണാചാര്യ അവാർഡ് നേടിയ വിമൽ കുമാർ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിമൽ കുമാർ. ബാഡ്മിന്റൺ. ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകം സ്ഥാപിച്ചത് എവിടെയാണ്?
ജയ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകം സ്ഥാപിച്ചത്. കാനഡയിലെ ഏത് നഗരമാണ് ഗൗരി ലങ്കേഷിന്റെ ചരമദിനമായ സെപ്റ്റംബർ 5 ഗൗരി ലങ്കേഷ് ദിനമായി ആചരിച്ചത്? ബർണബി എന്ന നഗരമാണ്. കോവിഡ് ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ ആഹാരം ലഭിക്കാത്തവർക്കായി ഫുഡ് ബാങ്ക് സംരംഭം തുടങ്ങിയ സംസ്ഥാനമാണ് മണിപ്പൂർ. ഇപ്പൊ കോവിഡ് ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ ആഹാരം ലഭിക്കാത്തവർക്കായി ഫുഡ് ബാങ്ക് സംരംഭം തുടങ്ങിയ സംസ്ഥാനം മണിപ്പൂരാണ്. മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2020 മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റി. 2021 സെപ്റ്റംബറിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ചെയർമാനായി നിയമിതനായത് ജെ ബി മഹാപാത്രയാണ്. ഫിലാനി പോൺ 2021 എന്ന പേരിൽ ലോക സ്റ്റാമ്പ് എക്സിബിഷൻ നടന്ന രാജ്യമാണ് ജപ്പാൻ. ഫിലാനി പോൺ 2021 എന്ന പേരിൽ ലോക സ്റ്റാമ്പ് എക്സിബിഷൻ നടന്ന രാജ്യം ജപ്പാനാണ്. EV രാമസ്വാമി നായ്ക്കരുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 സാമൂഹിക നീതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്. EV രാമസ്വാമി നായ്ക്കരുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 സാമൂഹിക നീതി ദിനമായിട്ടാണ് തമിഴ്നാട് ആചരിക്കാൻ തീരുമാനിച്ചത്. 2021 വായനാ ദിനത്തിൽ കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട പെരുങ്കുളം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് പെരുങ്കുളം. പെരുങ്കുളം ഗ്രാമം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ല. പ്രത്യേകത 2021 വായനാ ദിനത്തിൽ കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണ്. സ്ത്രീകൾക്ക് മാത്രമായി കേരളത്തിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പിങ്ക് സ്റ്റേഡിയങ്ങൾ. ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 2020 സെപ്റ്റംബർ മാസം 25 ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിലവിൽ വന്നത്. 2020 സെപ്റ്റംബർ 25. കപിൽ ദേവിന്റെ റെക്കോർഡ് മറികടന്നുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് തികച്ച ഇന്ത്യൻ ക്രിക്കറ്ററാണ് ജസ്പ്രീത് ബുംറ. 24 ടെസ്റ്റിലാണ് 100 വിക്കറ്റ് തികച്ചത്. കപിൽ ദേവിന്റെ റെക്കോർഡാണ് മറികടന്നതെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ഏത് പോലീസ് സേനയാണ് 2021 സെപ്റ്റംബറിൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്? കേരളമാണ് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്. 2021 സെപ്റ്റംബറിൽ തമിഴ്നാട് ഗവർണറായി നിയമിതനായത് RN രവിയാണ്. RN രവി തമിഴ്നാട് ഗവർണറായിട്ടാണ് നിയമിതനായത്. 2021 സെപ്റ്റംബറിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനായിട്ട് 2021 സെപ്റ്റംബറിൽ നിയമിതനായത് ലാൽപുരയാണ്. കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ MP പരമേശ്വരന്റെ ആത്മകഥയാണ് കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ. ഡ്രോണുകൾ പറത്തുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സിവിൽ ഏവിയേഷൻ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് ഡിജിറ്റൽ സ്കൈ എന്ന പോർട്ടൽ ആരംഭിച്ചത് സിവിൽ ഏവിയേഷൻ ആണ്. ലക്ഷ്യം എന്താണ്? ഡ്രോണുകൾ പറത്തുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് ഡിജിറ്റൽ സ്കൈ പോർട്ടൽ. രാജീവ് ഗാന്ധിയുടെ പേരിൽ സയൻസ് സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2021 രാജീവ് ഗാന്ധിയുടെ പേരിൽ സയൻസ് സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. വിശാഖപട്ടണത്ത് നിർമ്മാണത്തിന് തറക്കല്ലിട്ട മിസൈൽ പാർക്കാണ് അഗ്നിപ്രസ്ഥ. അപ്പൊ വിശാഖപട്ടണത്ത് നിർമ്മാണത്തിന് തറക്കല്ലിട്ട മിസൈൽ പാർക്ക് ഏതാണ്? അഗ്നിപ്രസ്ഥ. അടുത്ത ചോദ്യം, 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കായി കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച ആദ്യ രാജ്യമാണ് ക്യൂബ. 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കായി കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച ആദ്യ രാജ്യം ഏതാണ്? ക്യൂബയാണ്. കേരളത്തിലെ ഏത് മുനിസിപ്പാലിറ്റിയാണ് ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ ജനങ്ങൾക്ക് ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിക്കാൻ 2021 സെപ്റ്റംബറിൽ തീരുമാനിച്ചത്? ആലപ്പുഴ. അപ്പൊ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയാണ് ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ ജനങ്ങൾക്ക് ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചത്. വിജ്ഞാന നഗരം വായനശാല വാതിൽപ്പടിയിൽ എന്ന പദ്ധതിയുടെ ഭാഗമാണ് ഇത്. 2021 ഫെബ്രുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഇ റേഷൻ കാർഡ് പൈലറ്റ് പദ്ധതി ആരംഭിച്ചത്? തിരുവനന്തപുരം ജില്ലയിലാണ് ഇ റേഷൻ കാർഡ് പൈലറ്റ് പദ്ധതി ആരംഭിച്ചത്. കേരളത്തിലെ യുവജനങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തുടക്കമിട്ട പദ്ധതിയാണ് കേരള നോളജ് മിഷൻ. ഇപ്പൊ കേരളത്തിലെ യുവജനങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് കേരള നോളജ് മിഷൻ.
ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായി ഏത് രാജ്യത്ത് നിന്നാണ് എയർ ഇന്ത്യ വൺ എന്ന പേരിട്ട അത്യാധുനിക വിമാനം വാങ്ങിയത്? USA നിന്നാണ് വാങ്ങിയത്. എയർ ഇന്ത്യ വൺ എന്നാണ് പേര്. പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി വാങ്ങിയതാണ്. അടുത്തത്, കേരളത്തിലെ ഏത് നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള ഉദ്യമമായിരുന്നു ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ? ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള ഉദ്യമമായിരുന്നു ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ കൊച്ചി. 2021 സെപ്റ്റംബറിൽ ഏത് അമേരിക്കൻ വാഹന നിർമ്മാണ കമ്പനിയാണ് ഇന്ത്യയിലെ പ്ലാന്റുകൾ പൂട്ടാൻ തീരുമാനിച്ചത്? ഫോർഡ് ആണ്. 2021 സെപ്റ്റംബറിൽ ഫോർഡ് ആണ് ഇന്ത്യയിലെ പ്ലാന്റുകൾ പൂട്ടാൻ തീരുമാനിച്ചത്. ചെന്നൈ, ഗുജറാത്തിലെ സാനന്ദ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളാണ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. 2021 സെപ്റ്റംബറിൽ ബേബി റാണി മൗര്യ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയാണ് രാജിവെച്ചത്? ഉത്തരാഖണ്ഡിന്റെ ഗവർണർ പദവിയാണ് ബേബി റാണി മൗര്യ രാജിവെച്ചത്. G20 രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് 2021 സെപ്റ്റംബറിൽ വേദിയായത് റോം ആണ്. ഇറ്റലിയാണ് അധ്യക്ഷ പദവി വഹിച്ചത്. അപ്പം G20 രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് 2021 സെപ്റ്റംബറിൽ വേദിയായത് റോം ആണ്. റോം ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന്. 2021 സെപ്റ്റംബറിൽ ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് അട്ടിമറിയിലൂടെ സൈന്യം അധികാരം പിടിച്ചെടുത്തത്? ഗിനിയിലാണ്. ഗിനി. എത്രാമത്തെ പോപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത്? 266-ാമത്തെ പോപ്പാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. പോപ്പ് ഫ്രാൻസിസിന്റെ യഥാർത്ഥ പേര് ജോർജ് മറിയോ ബെർഗോഗ്ലിയോ. ജോർജ് മറിയോ ബെർഗോഗ്ലിയോ. 266-ാമത്തെ പോപ്പ് ജനിച്ച രാജ്യം അർജന്റീന. അർജന്റീനയിലാണ് 266-ാമത്തെ പോപ്പ് ജനിച്ചത്. അമേരിക്കയിലെ 9/11 ഭീകരാക്രമണത്തിന്റെ എത്രാമത് വാർഷികമാണ് 2021 ആചരിച്ചത്? 20ാമത്തെ വാർഷികം. രാഷ്ട്രപതിയുടെ പ്രതിമാസ ശമ്പളം 5 ലക്ഷം രൂപ. ഉപരാഷ്ട്രപതിയുടെ പ്രതിമാസ ശമ്പളം 4 ലക്ഷം രൂപ. കുതിരാൻ തുരങ്കത്തിന്റെ നീളം 945 മീറ്റർ ആണ്. കുതിരാൻ തുരങ്കത്തിന്റെ നീളം എന്ന് പറയുന്നത് 945 മീറ്റർ. അടുത്ത ചോദ്യം, 2021 ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും റാംസാർ പട്ടികയിൽ ഇടം പിടിച്ച ഭിൻഡാവാസ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഭിൻഡാവാസ് വന്യജീവി സങ്കേതം ഹരിയാനയിലാണെന്ന് ഓർക്കുക. ഇമ്പോർട്ടന്റ് ആണിത്. അടുത്ത ചോദ്യം, 2021 ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും റാംസാർ പട്ടികയിൽ ഇടം പിടിച്ച ഗുജറാത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ധോൾ വന്യജീവി സങ്കേതം. 2021 ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും റാംസാർ പട്ടികയിൽ ഇടം പിടിച്ച ഗുജറാത്തിലെ വന്യജീവി സങ്കേതമാണ് ധോൾ വന്യജീവി സങ്കേതം. റാംസാർ പട്ടികയിൽ 2021 ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച വധ്വാണ തണ്ണീർത്തടം എവിടെയാണ്? അതും ഗുജറാത്തിലാണ്. ഓക്കെ, അപ്പൊ ധോൾ വന്യജീവി സങ്കേതവും വധ്വാണ തണ്ണീർത്തടവും എവിടെയാണ്? ഗുജറാത്തിലാണ്. അങ്ങനെ 2021 ഓഗസ്റ്റ് ആയപ്പോൾ ഇന്ത്യയിൽ മൊത്തം 46 തണ്ണീർത്തടങ്ങളാണ് ഉള്ളത്. 46. ടോക്കിയോ ഒളിമ്പിക്സ് വനിതാ ഹോക്കിയിൽ വെങ്കല മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഏത് രാജ്യത്തോടാണ് പരാജയപ്പെട്ടത്? ബ്രിട്ടനോടാണ് പരാജയപ്പെട്ടത്. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? ആൻഡ്രൂ ഹോയ്, 62 വയസ്സ്. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആൻഡ്രൂ ഹോയ്, 62 വയസ്സ്. ടോക്കിയോ ഒളിമ്പിക്സ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നത് റാണി റാംപാൽ ആയിരുന്നു വനിതാ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ കിടാരി പാർക്ക് 2021 സെപ്റ്റംബറിൽ ആരംഭിച്ചത് വലിയതുറയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറയിലാണ് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ കിടാരി പാർക്ക് ആരംഭിച്ചത്. ടോക്കിയോ ഒളിമ്പിക്സ് വനിതാ ഫുട്ബോളിൽ സ്വർണം നേടിയത് കാനഡയാണ്. ടോക്കിയോ ഒളിമ്പിക്സ് വനിതാ ഫുട്ബോളിൽ സ്വർണം നേടിയത് കാനഡ. 109 വർഷത്തിനു ശേഷം ഒളിമ്പിക്സിൽ സ്വർണം പങ്കുവച്ചത് മുംതാസ് എസ ബെൻഷിം ഖത്തർ, ജിയോൺ മാർക്കോഡംബേരി ഇറ്റലി. അപ്പോൾ മുംതാസ് എസയും ജിയോൺ മാർക്കോഡംബേരിയുമാണ് 109 വർഷത്തിനു ശേഷം ഒളിമ്പിക്സിൽ സ്വർണം പങ്കുവച്ചത്. ഏതിനത്തിലാണ് മുംതാസ് എസ ബെൻഷിമും ജിയോൺ മാർക്കോഡംബേരിയും ഒളിമ്പിക് സ്വർണം പങ്കുവച്ചത്? ഹൈജമ്പിലാണ്. ഹൈജമ്പ്. 2021 സെപ്റ്റംബറിൽ രാജസ്ഥാനിലെ ഏത് സ്ഥലത്താണ് ദേശീയ പാതയിൽ ലാൻഡിംഗ് സ്ട്രിപ്പ് നിർമ്മിച്ചത്? ബാർമറിലാണ്. അപ്പോൾ 2021 സെപ്റ്റംബറിൽ രാജസ്ഥാനിലെ ബാർമറിലാണ് ലാൻഡിംഗ് സ്ട്രിപ്പ് നിർമ്മിച്ചത്. 3 കിലോമീറ്റർ നീളവും 303 മീറ്റർ വീതിയും ഉണ്ട്. ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കിയ
തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാർ പുരസ്കാരമാണ് നവകേരള പുരസ്കാരം. നവകേരള പുരസ്കാരം. ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാർ പുരസ്കാരമാണ് നവകേരള പുരസ്കാരം. ടോക്കിയോ ഒളിമ്പിക്സിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് മെഡലുകളിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ അമേരിക്കൻ അത്ലറ്റ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അലിസൺ ഫെലിക്സ്. 11 മെഡലാണ് നേടിയത് അലിസൺ ഫെലിക്സ്. ആരുടെ റെക്കോർഡാണ് അലിസൺ ഫെലിക്സ് മറികടന്നത്? കാൾ ലൂയിസിന്റെ റെക്കോർഡാണ്. കാൾ ലൂയിസ്. കേരളത്തിലെ ഏത് നഗരത്തിൽ തുടങ്ങിയ ചുമർചിത്ര രീതിയാണ് ആർട്ടീരിയ? തിരുവനന്തപുരം നഗരത്തിൽ തുടങ്ങിയ ചുമർചിത്ര രീതിയാണ് ആർട്ടീരിയ. ആർട്ടീരിയ. പ്രസിഡന്റ്സ് കളർ അവാർഡ് 2021 ഏത് യൂണിറ്റിയാണ് നൽകിയത്? പ്രസിഡന്റ്സ് കളർ അവാർഡ് 2021 ഏത് യൂണിറ്റിനാണ് നൽകിയത്? ഇന്ത്യൻ നേവൽ ഏവിയേഷൻ. അടുത്ത ചോദ്യം, പ്രസിഡന്റ്സ് കളർ അവാർഡ് 2021 ഏത് യൂണിറ്റിനാണ് നൽകിയത്? ഇന്ത്യൻ നേവൽ ഏവിയേഷൻ. രാജ്യത്തെ മികച്ച സൈനിക കേന്ദ്രത്തിന് നൽകുന്ന പരമോന്നത അവാർഡാണിത്. ഇന്ത്യൻ നേവൽ ഏവിയേഷനാണ് ലഭിച്ചത് 2021 അവാർഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിതയാണ് വി ആർ ലളിതാംബിക. വി ആർ ലളിതാംബികയാണ് ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിത. 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാരം നേടിയത് സാറാ ജോസഫ്. സാറാ ജോസഫിനാണ് 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത്. ബ്ലൂ എക്കണോമി എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കടലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളെക്കാണ് ബ്ലൂ എക്കണോമി എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എത്ര പേരാണ് 2021 മാക്സസെ അവാർഡിന് അർഹരായത്? 5 പേരാണ് മാക്സസെ അവാർഡിന് അർഹത നേടിയത്. കോവിഡിന്റെ ആദ്യ തരംഗത്തെ പ്രതിരോധിക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ. ഇതിന്റെ 2ാം ഘട്ടം തുടരണം ഈ കരുതൽ. തുടരണം ഈ കരുതൽ. ബ്രേക്ക് ദ ചെയിന്റെ 2ാം ഘട്ടം തുടരണം ഈ കരുതൽ. 3ാം ഘട്ടം ബി ദ വാരിയർ. സെൻട്രൽ വിസ്ത പ്രോജക്ടിന്റെ ചീഫ് ആർക്കിടെക്ട് ബിമൽ പട്ടേൽ. ബിമൽ പട്ടേലാണ് സെൻട്രൽ വിസ്ത പ്രോജക്ടിന്റെ ചീഫ് ആർക്കിടെക്ട്. ബിമൽ പട്ടേൽ. 2021 ഓഗസ്റ്റിൽ എത്ര സുപ്രീം കോടതി ജഡ്ജിമാരാണ് നിയമിക്കപ്പെട്ടത്? 9 പേരാണ്. അതില് 3 പേര് വനിതകളാണ്. 2021 ഓഗസ്റ്റിൽ നിയമിക്കപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാരിൽ വനിതകൾ 3 പേരും ഉണ്ട്. 9 പേരിൽ 3 പേര് ആരാണ്? വനിതകളാണ്. 2020 രാജ്യസഭാ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഹരിവംശ് നാരായൺ സിംഗ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? മനോജ് ഷാ. രാഷ്ട്രീയ ജനതാദളാണ് പാർട്ടി. അപ്പൊ 2020 രാജ്യസഭാ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഹരിവംശ് നാരായൺ സിംഗ് ആരെയാണ് പരാജയപ്പെടുത്തിയത്? മനോജ് ഷായെയാണ് പരാജയപ്പെടുത്തിയത്. ഹരിവംശ് നാരായൺ സിംഗ്. 2018 രാജ്യസഭാ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഹരിവംശ് നാരായൺ സിംഗ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? BK ഹരിപ്രസാദിനെയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. പേയ്മെന്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി തുക 2 ലക്ഷം രൂപയാണ്. പേയ്മെന്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി തുക 2 ലക്ഷം രൂപ. ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റിലെ മികച്ച കളിക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയും നെയ്മറുമാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് മലബാർ സ്പെഷ്യൽ പോലീസ് മ്യൂസിയം MSPയുടെ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. പാരാലിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ IAS ഓഫീസർ ആരാണ്? സുഹാസ് യതിരാജ്. നോയിഡയിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് ഈ 38കാരൻ. സുഹാസ് യതിരാജ്. 2021 ലോക സംസ്കൃത ദിനം ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22 ആയിരുന്നു 2021 ലോക സംസ്കൃത ദിനം. ഇന്ത്യയിൽ വാക്സിനുകളുടെ ഉപയോഗത്തിന് അനുമതി നൽകുന്ന അധികാര സ്ഥാനം ഏതാണ്? ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യ. സ്ഥാപനം ഏതാണ്? ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ വാക്സിനുകളുടെ ഉപയോഗത്തിന് അനുമതി നൽകുന്നത്. ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യ. കേരള മന്ത്രിസഭയിലെ അംഗങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് വീണ ജോർജിനാണ്. 1976 ജനനം. മന്ത്രിസഭയിലെ അംഗങ്ങളിൽ. രാഷ്ട്രപതി സ്ഥാനത്തെത്തും മുമ്പ് രാംനാഥ് കോവിന്ദ് ഏത് സംസ്ഥാനത്തെ ഗവർണർ പദവി വഹിച്ചിരുന്നു? ബീഹാർ. 2015 മുതൽ 2017 വരെ. പ്രധാനമന്ത്രി പദത്തിലെത്തും മുൻപ് നരേന്ദ്രമോദി ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഗുജറാത്തിലെ. 2001 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. 2019 ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് നരേന്ദ്രമോദിക്ക് കിങ് ഹമദ് ഓർഡർ ഓഫ് ദ റിനൈസൻസ് പുരസ്കാരം നൽകി ആദരിച്ചത്? ബഹ്റിൻ ആണ്. ബഹ്റിൻ. 2019 ഏപ്രിൽ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചത് റഷ്യയാണ്.
ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതി നൽകി ആദരിച്ചത് റഷ്യ. പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിന് വേണ്ടിയുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡ് എന്ന റെക്കോർഡ് 2021 സെപ്റ്റംബറിൽ സ്വന്തമാക്കിയ ലേയും പാങ്കോങ് തടാകത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് ഏത് ചുരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? കേലാ ചുരം. ലഡാക്കിലെ കേലാ ചുരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത ചോദ്യം, ലേ പാൻഗോങ് റോഡ് നിർമ്മിച്ച ഇന്ത്യൻ ആർമിയുടെ റെജിമെന്റ് ഏതാണ്? ലേ പാൻഗോങ് റോഡ് നിർമ്മിച്ച ഇന്ത്യൻ ആർമിയുടെ റെജിമെന്റ് 58 എഞ്ചിനീയർ റെജിമെന്റ്. 58 എഞ്ചിനീയർ റെജിമെന്റ് ആണ്. 2021 ഓഗസ്റ്റിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്മോഗ് ടവർ സ്ഥാപിതമായ സ്ഥലം ഡൽഹി. അപ്പൊ 2021 ഓഗസ്റ്റിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്മോഗ് ടവർ എവിടെയാണ് സ്ഥാപിതമായത്? ഡൽഹിയിലാണ്. സ്മോഗ് ടവർ ഡൽഹി. നിർമ്മൽ ഭാരത് അഭിയാന്റെ ബ്രാൻഡ് അംബാസിഡറായ വനിതയാണ് വിദ്യാബാലൻ. വിദ്യാബാലനാണ് നിർമ്മൽ ഭാരത് അഭിയാന്റെ ബ്രാൻഡ് അംബാസിഡറായ വനിത. നിർമ്മൽ ഭാരത് അഭിയാൻ. പല വകുപ്പുകളിലെയും സംയോജിപ്പിച്ചുകൊണ്ട് അധ്യാത്മിക് വിഭാഗ് എന്ന പുതിയ വകുപ്പ് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് 2018. പല വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് അധ്യാത്മിക് വിഭാഗ്, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, അധ്യാത്മിക് വിഭാഗ് എന്ന പുതിയ വകുപ്പ് രൂപവത്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. 2021 മാക്സസെ അവാർഡിന് അർഹയായ ഫിർദൌസി ക്വാദ്രി ഏത് രാജ്യക്കാരിയാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശുകാരിയാണ് ഫിർദൌസി ക്വാദ്രി. അടുത്ത ചോദ്യം, 2021 മാക്സസെ അവാർഡിന് അർഹമായ വാച്ച് ഡോഗ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാച്ച് ഡോഗ് ഇന്തോനേഷ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ 2021 മാക്സസെ അവാർഡിന് അർഹനായ മുഹമ്മദ് അംജദ് സാക്കിബ് ഏത് രാജ്യക്കാരനാണ്? പാകിസ്ഥാൻകാരനാണ് മുഹമ്മദ് അംജദ് സാക്കിബ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡൂഗോങ് കൺസർവേഷൻ റിസർവ് നിർമ്മിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡൂഗോങ് കൺസർവേഷൻ റിസർവ് നിർമ്മിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. 2019 ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് നാഷണൽ ഓർഡർ ഓഫ് മെറിറ്റ് എന്ന ബഹുമതി നൽകി ആദരിച്ചത്? ഗിനിയാണ് രാംനാഥ് കോവിന്ദിന് നാഷണൽ ഓർഡർ ഓഫ് മെറിറ്റ് എന്ന ബഹുമതി നൽകി ആദരിച്ചത്. 2019 ഓഗസ്റ്റിലാണ്. ഏത് രാജ്യമാണ് 2019 മാർച്ചിൽ ഓർഡർ ഓഫ് ദ കോണ്ടോർ ഓഫ് ദി ആൻഡീസ് ബഹുമതി നൽകി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ആദരിച്ചത്? ബൊളീവിയയാണ്. 2021 പാരാലിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ചൈന. 2021 പാരാലിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈനയാണ്. 2021 പാരാലിമ്പിക്സിൽ ചൈന നേടിയ ആകെ മെഡലുകൾ 207. 96 സ്വർണം നേടി, 60 വെള്ളി, 51 ബ്രോൺസ്. അപ്പോൾ ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്. 2021 പാരാലിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യ 24-ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് ആകെ 19 മെഡലാണ് ലഭിച്ചത്. 5 സ്വർണം, 8 വെള്ളി, 6 ബ്രോൺസ്. 24-ാം സ്ഥാനത്താണ് ഇന്ത്യ. ടോക്കിയോ പാരാലിമ്പിക്സിന്റെ സമാപന ചടങ്ങിലെ ഇന്ത്യൻ പതാക വാഹക അവനി ലെഖാരയാണ് ഇന്ത്യയുടെ പതാക ഏന്തിയത്. കോവിഡിന്റെ 3ാം തരംഗത്തിനെതിരെ കേരള പോലീസ് ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് ബി ദ വാരിയർ. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. 2021 സെപ്റ്റംബറിൽ ഏത് സംസ്ഥാനമാണ് മുൻ SBI ചെയർമാൻ രജനീഷ് കുമാറിനെ സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവായി നിയമിച്ചത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്ലാനറ്റേറിയമായ വിവേകാനന്ദ പ്ലാനറ്റേറിയം നിലവിൽ വന്നത് എവിടെയാണ്? മംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്ലാനറ്റേറിയമായ വിവേകാനന്ദ പ്ലാനറ്റോറിയം നിലവിൽ വന്നത് എവിടെയാണ്? മംഗളൂരു. ഭവാനി ദേവി ഏത് കായിക മത്സരത്തിലാണ് പ്രശസ്തി നേടിയത്? ഫെൻസിംഗ്. ഭവാനി ദേവി ഫെൻസിംഗ്. ഏറ്റവും വേഗത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 23,000 റൺസ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. ഗേറ്റ്വേ ഓഫ് മുസിരിസ് എന്ന വിശേഷണമുള്ള സംസ്ഥാനത്തെ ആദ്യ പൈതൃക ബീച്ച് മുനക്കൽ ബീച്ചാണ്. ഗേറ്റ്വേ ഓഫ് മുസിരിസ് എന്ന വിശേഷണമുള്ള സംസ്ഥാനത്തെ ആദ്യ പൈതൃക ബീച്ച് ഗേറ്റ്വേ ഓഫ് മുസിരിസ്, മുനക്കൽ ബീച്ച്.
കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ നേരിടുന്നതിന് 2021 സെപ്റ്റംബറിൽ പ്രത്യേക മന്ത്രാലയം രൂപവത്കരിച്ച രാജ്യമാണ് ഗ്രീസ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ നേരിടുന്നതിന് 2021 സെപ്റ്റംബറിൽ പ്രത്യേക മന്ത്രാലയം രൂപവത്കരിച്ച രാജ്യം ഗ്രീസാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം വിന്ധ്യാചൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം. 4760 മെഗാവാട്ടാണ് ശേഷി. ഏത് സംസ്ഥാനത്താണ് വിന്ധ്യാചൽ താപവൈദ്യുത നിലയം? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ താപവൈദ്യുത നിലയം മുന്ദ്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ താപവൈദ്യുത നിലയം മുന്ദ്ര ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവസാനം രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏകതാ പ്രതിമയാണ്. ഏകതാ പ്രതിമയുടെ ഉയരം 182 മീറ്റർ അഥവാ 597 അടിയാണ് ഉയരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ തുക 5 ലക്ഷം രൂപ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ തുക 3 ലക്ഷം രൂപ. വള്ളത്തോൾ പുരസ്കാരം 1,11,111 രൂപ. വയലാർ അവാർഡ് 1 ലക്ഷം രൂപ. ONV ലിറ്റററി അവാർഡ് 3 ലക്ഷം രൂപ. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 3 ലക്ഷം രൂപയാണ്. വള്ളത്തോൾ പുരസ്കാരം 1,11,111 രൂപയാണ്. വയലാർ അവാർഡിന്റെ തുക 1 ലക്ഷം രൂപയാണ്. ONV ലിറ്റററി അവാർഡ് 3 ലക്ഷം രൂപയാണ്. 2021 ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറ്റാലിയൻ ക്ലബ്ബ് യുവാന്റസ് വിട്ട് ഏത് ക്ലബിലാണ് ചേർന്നത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ചേർന്നത്. ISROയുടെ 9ാമത്തെ സ്പേസ് പോർട്ട് എവിടെയാണ്? തൂത്തുക്കുടിയിലാണ് സ്ഥാപിതമാകുന്നത്. ISROയുടെ 2ാമത്തെ സ്പേസ് പോർട്ട് സ്ഥാപിതമാകുന്നത് തൂത്തുക്കുടി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ സോഫി തോമസ് ആണ്. സോഫി തോമസ് 2020 നിയമിതയായത്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. സോഫി തോമസ്. സാമൂഹിക പ്രശ്നം നേരിടുന്ന മിശ്രവിവാഹ ദമ്പതികൾക്ക് പരമാവധി 1 വർഷം സുരക്ഷിത താമസം ഒരുക്കുന്ന പദ്ധതിയാണ് സേഫ് ഹോം പദ്ധതി. ഇന്ത്യയുടെ പുതിയ മേജർ പോർട്ടാകുന്ന വധാവൻ നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് വധാവൻ പോർട്ട് നിലവിൽ വരുന്നത്. ഏതിനത്തിലാണ് സുമിത് ആൻഡിൽ പാരാലിമ്പിക്സിൽ ലോക റെക്കോർഡോടെ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയത്? ജാവലിൻ ത്രോയിലാണ്. സുമിത് ആൻഡിൽ പാരാലിമ്പിക്സ് താരമാണ്. കേരള സർക്കാരിന്റെ കൊറോണ ഹെൽപ്പ് ലൈൻ ദിശയുടെ നമ്പർ 1056 ആണ്. കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച ഇ മാർക്കറ്റ് ജെം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലസ്. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലസ് ആണ് ജെം. 2019 ആരംഭിച്ചത്. 2021 അണ്ടർ-20 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് നെയ്റോബിയാണ്. 2021 അണ്ടർ-20 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് നെയ്റോബി. ഓഹരി വിപണി മൂല്യത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ കമ്പനി ഏതാണ്? റിലയൻസ് ആണ്. ഓഹരി വിപണി മൂല്യത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ കമ്പനി റിലയൻസ്. ഓഹരി വിപണി മൂല്യത്തിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ കമ്പനി TCS ആണ്. 3ാം സ്ഥാനത്ത് HDFC ബാങ്ക് ആണ്. അപ്പോൾ 1ാം സ്ഥാനത്ത് റിലയൻസ്, 2ാം സ്ഥാനം TCS, 3ാം സ്ഥാനത്ത് ഏതാണ്? HDFC ബാങ്ക് ആണ്. അടുത്ത ചോദ്യം, സമുദ്ര സഹകരണം ശക്തമാക്കുന്നതിന് ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ നാവികസേനകൾ ചേർന്ന് നടത്തിയ അഭ്യാസമാണ് മലബാർ എക്സസൈസ്. അപ്പോൾ മലബാർ എക്സസൈസ് എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ. മലബാർ എക്സസൈസിന്റെ എത്രാം പതിപ്പാണ് 2021 നടന്നത്? 25ാമത്തെ പതിപ്പാണ്. 2021 അണ്ടർ-20 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 21ാം സ്ഥാനം. 2021 21ാം സ്ഥാനം. ന്യൂയോർക്കിലെ ആദ്യ വനിതാ ഗവർണറായി 2021 ഓഗസ്റ്റിൽ നിയമിതയായത് കാത്തി ഹോക്കുൾ ആണ്. ന്യൂയോർക്ക്. എക്സസൈസ് കൊങ്കൺ എന്ന സംയുക്ത നാവിക അഭ്യാസത്തിൽ ഇന്ത്യക്കൊപ്പം പങ്കെടുത്തത് ബ്രിട്ടനാണ്. എക്സസൈസ് കൊങ്കൺ. 4 വർഷത്തിനുള്ളിൽ 6 ലക്ഷം കോടി രൂപ സമാഹരണം ലക്ഷ്യമിട്ടുകൊണ്ട് 2021 കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ദേശീയ ധനസമ്പാദന പദ്ധതി. ലക്ഷ്യം എത്രയാണ്? 6 ലക്ഷം കോടി രൂപയാണ്. 2021 ഓഗസ്റ്റ് 23 ദേശീയ ധനസമ്പാദന പദ്ധതി പ്രഖ്യാപിച്ചത് നിർമ്മല സീതാരാമൻ. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അവനി ലെഖാര. ഇന്ത്യൻ പതാക ഏന്തിയതും സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതും ആര് തന്നെയാണ്? അവനി ലെഖാരയാണ്. സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയും അവനി ലെഖാരയാണ്. ഏതിനത്തിലാണ്?
ഷൂട്ടിങ്ങിലാണ് അവനി ലഖാരയ്ക്ക് സ്വർണം ലഭിച്ചത്. ഒരു ദിവസം 1 കോടി കോവിഡ് വാക്സിൻ നൽകി റെക്കോർഡിട്ട ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഒരു ദിവസം 1 കോടി കോവിഡ് വാക്സിൻ. സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് കെ-വിൻസ് എന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ടപ്സ് എന്നതാണ് ഫുൾ ഫോം. കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ടപ്സ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് നോട്ട് പ്രോസസിംഗ് സെന്റർ 2020 സ്ഥാപിച്ചത് ജയ്പൂരിലാണ്. ഓട്ടോമേറ്റഡ് നോട്ട് പ്രോസസിംഗ് സെന്റർ എവിടെയാണ് ആരംഭിച്ചത്? ജയ്പൂർ. ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലെ പുത്തുമലയിൽ കേരള സർക്കാർ നടപ്പിലാക്കിയ പുനരധിവാസ പദ്ധതിയാണ് ഹർഷം. ഇവിടെ 2 ചോദ്യം ഓർക്കുക. ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലെ സ്ഥലമാണ് പുത്തുമല. അതുപോലെ കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി ഹർഷം. പുത്തുമല എവിടെയാണ്? വയനാട്. ഹർഷം പദ്ധതി. 2021 സെപ്റ്റംബർ വരെ ആകെ ഭാരതരത്ന ജേതാക്കൾ 48 പേരാണ്. മരണാനന്തര ബഹുമതിയായിട്ട് 16 പേർക്കും പ്രഖ്യാപിച്ചു. 48 പേര് ഭാരതരത്ന. അടുത്തത് ഗൂഗിൾ പ്ലസിന് പകരമായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കറൻസ്. ഇന്ത്യയിൽ ഗർഭചിത്രത്തിനുള്ള ഏറ്റവും കൂടിയ കാലാവധി 20 ആഴ്ചയിൽ നിന്ന് എത്ര ആഴ്ചയായിട്ടാണ് ഉയർത്തുന്നതിനുള്ള ബില്ലാണ് രാജ്യസഭ 2021 മാർച്ചിൽ പാസാക്കിയത്? 24 ആഴ്ച. 20 ആഴ്ചയിൽ നിന്നും 24 ആഴ്ചയിലേക്ക് ഉയർത്തി. 2021 സെപ്റ്റംബറിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ശ്രീലങ്ക. 2019 ജൂലൈയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജുവലറി പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് നവി മുംബൈയിലാണ്. 2019 ജൂലൈയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജുവലറി പാർക്ക് എവിടെയാണ്? നവി മുംബൈയിലാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ക്ഷേമത്തെ പറ്റി പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച 10 അംഗ കമ്മിറ്റിയുടെ തലവനാണ് ജി കിഷൻ റെഡ്ഡി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ക്ഷേമത്തെ പറ്റി പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച 10 അംഗ കമ്മിറ്റി തലവൻ ജി കിഷൻ റെഡ്ഡി. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്ന് നടത്തിയ മിലിറ്ററി അഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ്. മംഗോളിയാണ് നൊമാഡിക് എലിഫന്റ്. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള മിലിറ്ററി അഭ്യാസമാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയുടെ ആദ്യ പതിപ്പിനാണ് 2021 100 വർഷം തികഞ്ഞത്? വേദാധികാര നിരൂപണത്തിനാണ്. സ്മാർട്ട് ഹെൽത്ത് കാർഡുകൾ നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. ഏതാണ്? ഒഡീഷയാണ്. കന്നുകാലി കർഷകരുടെ ഉന്നമനത്തിനായി ഗോധൻ ന്യായ് യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകാനുള്ള പദ്ധതിയാണ് ഭാരത് നെറ്റ് പദ്ധതി. 2019 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ആദ്യമായി OTP സംവിധാനം അടിസ്ഥാനമാക്കിയുള്ള ATM പണം പിൻവലിക്കാൻ ആരംഭിച്ച ബാങ്കാണ് കാനറ ബാങ്ക്. ക്ലൈമറ്റ് ന്യൂട്രൽ നൗ എന്ന UN പുരസ്കാരം നേടിയ ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ് ആണ്. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്ന് നടത്തിയ മിലിറ്ററി അഭ്യാസമാണ് ടൈഗർ ട്രയാംഫ്. USA ആണ്. അർജുന അവാർഡ് തുക 15 ലക്ഷം രൂപ. ദ്രോണാചാര്യ ലൈഫ് ടൈം അവാർഡ് 15 ലക്ഷം രൂപ. അർജുന അവാർഡ് 15 ലക്ഷം. ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് 15 ലക്ഷം. ധ്യാൻചന്ദ് അവാർഡ് 10 ലക്ഷം രൂപയാണ്. ഗാന്ധി സമാധാന പുരസ്കാരം 1 കോടി രൂപയാണ് സമ്മാനത്തുക. ഗാന്ധി സമാധാന പുരസ്കാരത്തിന്റെ തുക 1 കോടി രൂപ. ഇന്ദിരാഗാന്ധി പ്രൈസ് 25 ലക്ഷം രൂപയാണ്. ഇന്ദിരാഗാന്ധി പ്രൈസ്. 2021 ഓഗസ്റ്റിൽ അന്തരിച്ച സയ്യിദ് ഷാഹിദ് ഹക്കീം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയത്? ഫുട്ബോളുമായി ബന്ധപ്പെട്ട്. അന്താരാഷ്ട്ര ധാരണയ്ക്കുള്ള ജവഹർലാൽ നെഹ്റു അവാർഡിന്റെ തുക 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപ. അടുത്തത് ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകൾ ഉറുദു, ഡോഗ്രി, ഇംഗ്ലീഷ്, ഹിന്ദി, കാശ്മീരി എന്നിവയാണ്. 5 ഔദ്യോഗിക ഭാഷകളുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, കാശ്മീരി കൂടാതെ ഉറുദു ഉണ്ട്, ഡോഗ്രി ഭാഷയും ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, കാശ്മീരി, ഉറുദു, ഡോഗ്രി. BCCIയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാൻ ആരാണ്? ഡി കെ ജെയിൻ ആണ്. ഹരിയാനയിലെ ഹിസാർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് മഹാരാജ അഗ്രസൻ അന്താരാഷ്ട്ര വിമാനത്താവളം. ഹരിയാനയിലെ ഹിസാർ വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ്. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോയിലെ സ്റ്റേഷനുകളുടെ എണ്ണം എത്ര? 22. കൊച്ചി മെട്രോയിലെ സ്റ്റേഷനുകളുടെ എണ്ണം 22. പൊതുസ്ഥാപനങ്ങളിൽ കൃത്രിമ ഭൂജല പരിപോഷണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആദ്യ നിയോജക മണ്ഡലമാണ് കാട്ടാക്കട മണ്ഡലം. അപ്പോൾ കൊച്ചി മെട്രോയിലെ സ്റ്റേഷനുകളുടെ എണ്ണം 22 സ്റ്റേഷൻ.
പൊതുസ്ഥാപനങ്ങളിൽ കൃത്രിമ ഭൂജല പരിപോഷണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ നിയോജക മണ്ഡലം കാട്ടാക്കട. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്ന് നടത്തിയ മിലിറ്ററി അഭ്യാസമാണ് ഇന്ദ്ര. ഇന്ദ്ര എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെയുണ്ട് ഇന്ത്യയും റഷ്യയും. ഇന്ദ്ര 2019 INDRA. അപ്പം ഇന്ത്യയും റഷ്യയും. 2021 ഓഗസ്റ്റിൽ അന്തരിച്ച ഒ ചന്ദ്രശേഖരൻ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയത്? ഫുട്ബോളുമായി ബന്ധപ്പെട്ട്. ഫുട്ബോൾ. ദി പ്രസിഡന്റ് ഈസ് മിസ്സിംഗ് എന്ന നോവൽ രചിച്ചത് ബിൽ ക്ലിന്റണും ജെയിംസ് പാറ്റേഴ്സണും ചേർന്നിട്ടാണ്. ബിൽ ക്ലിന്റണും ജെയിംസ് പാറ്റേഴ്സണും ചേർന്നിട്ടാണ് ദി പ്രസിഡന്റ് ഈസ് മിസ്സിംഗ് എന്ന നോവൽ രചിച്ചത്. കൊച്ചി മെട്രോയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയ വിദേശ ഏജൻസിയാണ് ജൈക്ക. ജപ്പാൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ. അല്ലെങ്കിൽ ഏത് രാജ്യം എന്ന് ചോദിച്ചാലും ജപ്പാനാണ് കൊച്ചി മെട്രോയ്ക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണമാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. 2019 ഫെബ്രുവരിയിലാണ് ഇത് സംബന്ധമായ പ്രഖ്യാപനം ഉണ്ടായത്. 2021 ഓഗസ്റ്റിൽ അന്തരിച്ച സാമൂഹിക ശാസ്ത്രജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും സ്ത്രീ സമത്വവാദിയുമായിരുന്ന വനിതയാണ് ഗെയിൽ ഓംവെറ്റ്. ഗെയിൽ ഓംവെറ്റ്. US-ലെ ഹൂസ്റ്റൺ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ലക്ഷ്മി ദേവി. അമേരിക്കയിലാണ് ലക്ഷ്മി ദേവി ജനിച്ചത്. ഇപ്പോൾ US-ലെ ഹൂസ്റ്റൺ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ലക്ഷ്മി ദേവിയെയാണ്. 2021 ജൂണിൽ കോവിഡ് ബാധിച്ച് അന്തരിച്ച ഡോക്ടർ സിദ്ധരാമയ്യ ഏതു ഭാഷയിലെ കവിയായിരുന്നു? കന്നഡ. ഡോക്ടർ സിദ്ധരാമയ്യ കന്നഡ ഭാഷയിലെ കവിയായിരുന്നു. കേരള ചരിത്രത്തിലെ ഏത് സംഭവത്തിന്റെ തുടക്കത്തിനാണ് 2021 ഓഗസ്റ്റ് 20 100 വർഷം തികഞ്ഞത്? 2021 ഓഗസ്റ്റ് 20 ഏതാണ്? അപ്പൊ 2021 ഓഗസ്റ്റ് 20 മലബാർ കലാപം. മലബാർ കലാപം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പുതിയ ചെയർമാനായി 2021 ഓഗസ്റ്റിൽ നിയമിതനായത് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. ജസ്റ്റിസ് CK അബ്ദുൾ റഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പുതിയ ചെയർമാനായി 2021 ഓഗസ്റ്റിൽ നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. രാഷ്ട്രപതി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാന്റെ കാലാവധി 4 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ. ഏതാണോ ആദ്യം? ഇന്ത്യയിൽ മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ ആദ്യ മൃഗശാലയാണ് തിരുവനന്തപുരം മൃഗശാല. മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ ആദ്യ മൃഗശാല തിരുവനന്തപുരം സൂ ആണ്. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്ന് നടത്തിയ മിലിറ്ററി അഭ്യാസമാണ് യുദ്ധാഭ്യാസ്. യുദ്ധാഭ്യാസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് USA. കേരള വിനോദസഞ്ചാര വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർമാനാണ് PK ശശി. വിനോദസഞ്ചാര വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ പരാതിപ്പെടാനുള്ള പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 155260. 155260. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണിത്. 2022 വിക്ഷേപിക്കാൻ പോകുന്ന റാഷിദ് ഏത് രാജ്യത്തിന്റെ ചാന്ദ്രപേടകമാണ്? UAE-യുടെ ചാന്ദ്രപേടകമാണ് റാഷിദ്. പശുവിനെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിനെ അടുത്ത കാലത്ത് ഉപദേശിച്ചത് ഏത് ഹൈക്കോടതിയാണ്? അലഹാബാദ് ഹൈക്കോടതിയാണ്. അലഹാബാദ്. മത്സ്യബന്ധന ബോട്ടുകളിൽ സുരക്ഷയ്ക്കായി ഹോളോഗ്രാം സ്ഥാപിക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളം. എത്ര ഇനങ്ങളിലാണ് ടോക്കിയോ പാരാലിമ്പിക്സിൽ മത്സരങ്ങൾ നടന്നത്? 22 ഇനങ്ങളിലാണ് ടോക്കിയോ പാരാലിമ്പിക്സിൽ മത്സരങ്ങൾ നടന്നത്. എത്ര പേരാണ് ഇന്ത്യയിൽ നിന്നും ടോക്കിയോ പാരാലിമ്പിക്സിൽ പങ്കെടുത്തത്? 54 പേരാണ് പങ്കെടുത്തത്. എത്രാമത് പാരാലിമ്പിക്സ് ആണ്? 16ാമത് പാരാലിമ്പിക്സ് ആണ് നടന്നത്. അപ്പൊ 22 ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടന്നത്. ഇന്ത്യയിൽ നിന്നും 54 പേര് പങ്കെടുത്തു. ഇന്ത്യയുടെ മെഡൽ പട്ടികയുടെ സ്ഥാനം 24 ആണെന്ന് പറഞ്ഞു. എത്രാമത് പാരാലിമ്പിക്സ് ആണ്? 16ാമത് പാരാലിമ്പിക്സ് ആണ് നടന്നത്. ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ചൈനയാണ്. ടോക്കിയോ പാരാലിമ്പിക്സിന്റെ പ്രമാണവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. യുണൈറ്റഡ് ബൈ ഇമോഷൻ എന്നുള്ളതാണ് പാരാലിമ്പിക്സിന്റെ പ്രമാണവാക്യമായിരുന്നത്. യുണൈറ്റഡ് ബൈ ഇമോഷൻ. ഏറ്റവും കൂടുതൽ പേർ ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ജപ്പാൻ. ജപ്പാനിൽ നിന്നും 260 പേര് പങ്കെടുത്തു. ബ്രസീലിൽ നിന്നും 258 പേര് പങ്കെടുത്തു. ചൈനയിൽ നിന്നും 255 പേരും പങ്കെടുത്തു. 260, 258, 255. ഏറ്റവും കൂടുതൽ ജപ്പാൻ. ടോക്കിയോ പാരാലിമ്പിക്സിൽ നിന്നും പിന്മാറിയ രാജ്യം അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ ടോക്കിയോ പാരാലിമ്പിക്സിൽ നിന്നും പിന്മാറി. 2024 പാരാലിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്. പാരാലിമ്പിക്സ് പാരീസ് 2024. ആദ്യ പാരാലിമ്പിക്സ് നടന്ന വർഷം 1960-ലാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാരാലിമ്പിക്സിന് വേദിയായത് USA ആണ്.
ആദ്യ പാരാലിമ്പിക്സ് നടന്ന വർഷം 1960. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്ന് നടത്തിയ മിലിറ്ററി അഭ്യാസമാണ് സംപ്രീതി നയൻ. സംപ്രീതി നയൻ ബംഗ്ലാദേശാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന മിലിറ്ററി അഭ്യാസമാണ് സംപ്രീതി നയൻ. ഇന്ത്യയിൽ നദിയിലുള്ള ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക പാലം ഏത് സംസ്ഥാനത്താണ്? ഭൂപൻ ഹസാരിക പാലം അല്ലെങ്കിൽ ധോളാസാദിയ ബ്രിഡ്ജ് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. എത്രയാണ്? 9150 മീറ്റർ ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി വാതുവെപ്പിനെ ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്ക. ഏത് നദിയിലാണ് ഭൂപൻ ഹസാരിക പാലം? ലോഹിത് നദിയിലാണ്. ലോഹിത് എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണ് ബോഗിബീൽ. റെയിൽ കം റോഡ് ബ്രിഡ്ജ് ബോഗിബീൽ ആണ്. 4.94 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. ഏത് സംസ്ഥാനത്താണ് ബോഗിബീൽ? അതും ആസാമിൽ തന്നെയാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് വേമ്പനാട് വല്ലാർപാടം റെയിൽ ബ്രിഡ്ജ് ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് വേമ്പനാട് വല്ലാർപാടം റെയിൽ റോഡ് ബ്രിഡ്ജ് ആണ്. 4.62 കിലോമീറ്റർ ആണ് നീളം. ബോഗിബീല് 4.94 കിലോമീറ്റർ ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതാണ്. അടുത്ത ചോദ്യം, 2021 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ട 19 കിലോമീറ്റർ നീളമുള്ള ധൂബ്രി ഫുൽബാരി പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെ തമ്മിലുള്ള യാത്രാ ദൂരത്തിലാണ് 200 കിലോമീറ്ററിലേറെ കുറവ് വരുത്തുന്നത്? അസമും മേഘാലയയുമാണ് ധൂബ്രി ഫുൽബാരി പാലം. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രമാണ് യോമിയൂരി ഷിംബുൺ. യോമിയൂരി എന്ന് പറയുമ്പോൾ തന്നെ ജപ്പാന്റെ പത്രമാണെന്ന് മനസ്സിലാക്കാം. വിദ്യാഭ്യാസ വായ്പയ്ക്കും സ്കോളർഷിപ്പിനും വേണ്ടി ഭാരത സർക്കാർ ആരംഭിച്ച ഏകജാലക പോർട്ടൽ ആണ് വിദ്യാലക്ഷ്മി. വിദ്യാഭ്യാസ വായ്പയ്ക്കും സ്കോളർഷിപ്പിനും വേണ്ടി ഭാരത സർക്കാർ ആരംഭിച്ച ഏകജാലക പോർട്ടൽ ഏതാണ്? വിദ്യാലക്ഷ്മിയാണ്. ജൻറം പദ്ധതിയുടെ പുതിയ പേര് അമൃത്. അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ഡെവലപ്മെന്റ്. അമൃത് എന്നതാണ് ജൻറം പദ്ധതിയുടെ പുതിയ പേര്. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്ന് നടത്തിയ മിലിറ്ററി അഭ്യാസമാണ് ശക്തി 2019? ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. ഏത് ജില്ലയിലാണ് MP വീരേന്ദ്രകുമാർ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചത്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട്. സ്വതന്ത്ര ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യ വനിതയാണ് ഷബ്നം അലി. 2021 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഒറ്റപ്പാലത്താണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഡിഫൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഓർത്തിരിക്കാം, ഒറ്റപ്പാലം. അമൃത മഹോത്സവം അവസാനിക്കുന്നത് എന്നാണ്? 2023 ഓഗസ്റ്റ് 15-നാണ് അമൃത മഹോത്സവം അവസാനിക്കുന്നത്. ആസാദി കാ അമൃത മഹോത്സവ് 2023 ഓഗസ്റ്റ് 15. 7ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ചെയർമാൻ അശോക് കുമാർ മാത്തൂർ ആണ്. 7ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ചെയർമാൻ അശോക് കുമാർ മാത്തൂർ. ഏത് ഗൾഫ് രാജ്യത്താണ് അക്ഷർധാം ന്യൂജേഴ്സി മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത്? UAE-യിലാണ്. UAE. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? വാരണാസിയാണ്. സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവ് ആയിരുന്നു ഇവിടെ 2019 തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് എത്തിയത്. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്ന് നടത്തിയ മിലിറ്ററി അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ 2019? ധർമ്മ ഗാർഡിയൻ 2019 ജപ്പാൻ. ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടത്തിയ മിലിറ്ററി എക്സസൈസ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ധർമ്മടം. 2021 തെരഞ്ഞെടുപ്പിൽ C രഘുനാഥിനെയാണ് പരാജയപ്പെടുത്തിയത്. ലോകത്തിൽ ആദ്യമായി ഊർജദ്വീപ് സ്ഥാപിക്കാൻ 2021 ഫെബ്രുവരിയിൽ തീരുമാനിച്ച രാജ്യം? ഊർജദ്വീപ് ഡെൻമാർക്കാണ്. കമല ഹാരിസിന്റെ ജീവചരിത്രമല്ല കമലാസ് വേ രചിച്ചതാരാണ്? ഡാൻ മൊറൈൻ. കമല ഹാരിസിന്റെ ജീവചരിത്രമായ കമലാസ് വേ രചിച്ചത് ഡാൻ മൊറൈൻ ആണ്. അടുത്ത ചോദ്യം, 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം PJ ജോസഫ് തൊടുപുഴ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. PJ ജോസഫ്. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം സച്ചിൻ ദേവ് ആണ്. ബാലുശ്ശേരി മണ്ഡലം. സച്ചിൻ ദേവ്, ബാലുശ്ശേരി. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ചന്ദ്രാണി മുർമു. 1993-ലാണ് ജനിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ടത് 2019-ലാണ്. പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ചന്ദ്രാണി മുർമു. 2021 ജൂലൈയിൽ പുനഃസംഘടനയ്ക്ക് ശേഷം കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് നിഷീദ് പ്രമാണിക്.
കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി നിഷീദ് പ്രമാണിക് 35 വയസ്സ്. 2021 ജൂലൈയിൽ നോർമൻ ബോർലോങ് അവാർഡിന് അർഹയായത് ഡോക്ടർ കാജൽ ചക്രവർത്തിയാണ് നോർമൻ ബോർലോങ് അവാർഡിന് അർഹയായത്. പ്രശസ്ത ഫുട്ബോൾ താരം VP സത്യന്റെ സ്മാരകം 2019 മെയ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തലശ്ശേരിയിലാണ്. തലശ്ശേരി VP സത്യൻ സ്മാരകം. 2018 ഏത് അമേരിക്കൻ കമ്പനിയാണ് ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്തത്? വാൾമാർട്ട് ആണ് ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്തത്. വാൾമാർട്ട്. കേരളത്തിലെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ്? മാരാരിക്കുളത്താണ്. സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ്? മാരാരിക്കുളം. 2021 മെയ് മാസത്തിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പെഡസ്ട്രിയൻ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പോർച്ചുഗലിലാണ്. പോർച്ചുഗൽ. ഇന്ത്യയിൽ ആദ്യമായി ഹോട്ട് എയർ ബലൂൺ വൈൽഡ് ലൈഫ് സഫാരി ആരംഭിച്ച ടൈഗർ റിസർവ് ബാന്ധവ്ഗഡ്. മധ്യപ്രദേശിലെ ബാന്ധവ്ഗഡിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹോട്ട് എയർ ബലൂൺ വൈൽഡ് ലൈഫ് സഫാരി ആരംഭിച്ചത്. KSRTC എന്ന പേര് ഉപയോഗിക്കുന്നതിന് കേരളവും ഏത് സംസ്ഥാനവുമായിട്ടാണ് തർക്കമുണ്ടായത്? കർണാടകയാണ്. കർണാടക. ഒരു ഓവറിൽ 6 സിക്സറുകൾ അടിച്ച ആദ്യ ശ്രീലങ്കൻ ക്രിക്കറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് തീസര പെരേര. തീസര പെരേര. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്ന് നടത്തിയ മിലിറ്ററി അഭ്യാസമാണ് ഹരിമാവു ശക്തി 2018? മലേഷ്യയാണ്. ഹരിമാവു ശക്തി 2018 ഇന്ത്യയും മലേഷ്യയും. ഹരിമാവു ശക്തി 2018. ഇന്ത്യയിൽ 5G അവതരിപ്പിച്ച ആദ്യത്തെ മൊബൈൽ ഓപ്പറേറ്റർ എയർടെൽ ആണ്. എയർടെൽ. 5G അവതരിപ്പിച്ചത് ആദ്യമായിട്ട് എയർടെൽ. ഏത് രാജ്യത്താണ് ഫുവാലോങ് 1 ആണവ റിയാക്ടർ 2021 പ്രവർത്തനക്ഷമമായത്? ചൈനയിലാണ്. ഹുവാലോങ് 1. ഏതു മേഖലയുടെ മുഖഛായ മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ്? ചായം. മുഖഛായ മാറ്റുന്ന ചായം. അങ്കണവാടിയാണ്. അങ്കണവാടി. ജനന നിയന്ത്രണ നയത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് ദമ്പതികൾക്ക് 3 കുഞ്ഞുങ്ങൾ വരെ ആകാം എന്ന തീരുമാനം 2021 കൈക്കൊണ്ട രാജ്യം ചൈനയാണ്. ചൈന. ദീർഘദൂര ബസ് സർവീസുകൾ കൈകാര്യം ചെയ്യുന്നതിന് KSRTC രൂപം നൽകിയ സ്വതന്ത്ര സ്ഥാപനമാണ് KSRTC സ്വിഫ്റ്റ്. 2021 ഫെബ്രുവരിയിൽ മലേറിയ മുക്തം എന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച സെൻട്രൽ അമേരിക്കൻ രാജ്യമാണ് എൽ സാൽവദോർ. എൽ സാൽവദോർ ആണ് മലേറിയ മുക്തമായത്. ലോക്സഭയിൽ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 131. 84-ഉം 47. അടുത്തത്, ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ലകളിൽ ഒന്നായ ദന്തേവാഡ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ലകളിൽ ഒന്നായ ദന്തേവാഡ ഛത്തീസ്ഗഡിലാണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ഡൽഹി. കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ മുനിസിപ്പാലിറ്റി കട്ടപ്പന. കട്ടപ്പനയാണ് കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ മുനിസിപ്പാലിറ്റി. ഏതാണ്? കട്ടപ്പന. രണ്ടാമത് ഒളിമ്പിക് ലോറൽ പുരസ്കാരത്തിന് അർഹനായത് മുഹമ്മദ് യൂനസ്. 2021 രണ്ടാമത് ഒളിമ്പിക് ലോറൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മുഹമ്മദ് യൂനസ്. 2021. ഒഡീഷയെ സ്റ്റീൽ ഹബ് ആക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. ജപ്പാനാണ്. ഒഡീഷയെ സ്റ്റീൽ ഹബ് ആക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. കേരള നിയമസഭയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പ്രസംഗം നടത്തിയത് പിണറായി വിജയനാണ്. 3 മണിക്കൂറും 45 മിനിറ്റുമാണ്. 2020 ഓഗസ്റ്റ് 24-നാണ് ഈ സംഭവം നടന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജ് സ്ഥാപിക്കാൻ 2021 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് നോയിഡയിലാണ്. നോയിഡ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രോജക്റ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചത് ലഡാക്കിലാണ്. ലഡാക്ക്. ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രോജക്റ്റ്. 2020 ജൂലൈയിൽ ഏത് ഇന്ത്യൻ കമ്പനിക്കാണ് സൗദി അറേബ്യയിൽ ടെലികോം ലൈസൻസ് ലഭിച്ചത്? ടാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ് സൗദി അറേബ്യയിൽ ടെലികോം ലൈസൻസ് ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മണൽക്കല്ല് ഗുഹ എവിടെയാണ് കണ്ടെത്തിയത്? 2018 മാർച്ചിൽ മേഘാലയയിലാണ് മണൽക്കല്ല് ഗുഹ കണ്ടെത്തിയത്. 2020 മെയ് മാസത്തിൽ 4 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഡിസ്കസ് താരമാണ് സന്ദീപ് കുമാരി. ഡിസ്കസ് താരമാണ് സന്ദീപ് കുമാരി. 2021 ജൂലൈയിൽ പൊട്ടിത്തെറിച്ച ഫിലിപ്പൈൻസിലെ അഗ്നിപർവ്വതമാണ് താൽ അഗ്നിപർവ്വതം. അപ്പൊ താൽ അഗ്നിപർവ്വതം എവിടെയാണ്? ഫിലിപ്പൈൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫിലിപ്പൈൻസ്. 2020 ഫെബ്രുവരിയിൽ തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അക്വാൻക്വാഗ കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ എന്ന വിശേഷണം നേടിയത് കാമ്യ കാർത്തികേയനാണ്. കാമ്യ കാർത്തികേയൻ. ഏതാണ്? തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അക്വാൻക്വാഗ കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. 2020 സെപ്റ്റംബറിൽ സിഗരറ്റിന്റെയും ബീഡിയുടെയും ചില്ലറ വിൽപ്പന നിരോധിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര.
2015 പഞ്ചാബാണ് ഇപ്രകാരം ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞ് 2020 സെപ്റ്റംബറിൽ മഹാരാഷ്ട്രയും നിരോധിച്ചു. 2021 മാർച്ചിൽ സ്വിസ് പ്രസ്ഥാനമായ IQ എയർ പ്രസിദ്ധീകരിച്ച വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2020 പ്രകാരം ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട തലസ്ഥാന നഗരം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്വിനി. മനസ്വിനി എന്നത് ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റാണ്. 2019 സെപ്റ്റംബറിൽ ഹൗഡി മോഡി പരിപാടിക്ക് വേദിയായത് ഹൂസ്റ്റൺ ആണ്. ഹൗഡി മോഡി, ഹൂസ്റ്റൺ. കേരളത്തിൽ എവിടെയാണ് ഫാം ശ്രീ അഗ്രോ മാർട്ട് പ്രവർത്തനം ആരംഭിച്ചത്? കാക്കനാടാണ് ഫാം ശ്രീ അഗ്രോ മാർട്ട് പ്രവർത്തനം ആരംഭിച്ചത്. കാക്കനാട്. സംസാരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ മലയാളത്തിന് ലോകത്തെ എത്രാം സ്ഥാനമാണ്? 36 സ്ഥാനമാണ് മലയാളത്തിനുള്ളത്. 36. 2021 ജൂണിൽ അന്തരിച്ച ഇന്ത്യക്കാരനായ പ്രശസ്ത ഒളിമ്പ്യനാണ് മിൽഖ സിംഗ്. മിൽഖ സിംഗ് അന്തരിച്ചത് 2021 ജൂണിലാണ്. മിൽഖ സിംഗിന്റെ ജീവിതകഥ പറയുന്ന ബോളിവുഡ് സിനിമയാണ് ഭാഗ് മിൽഖ ഭാഗ്. ഭാഗ് മിൽഖ ഭാഗ് എന്നത് മിൽഖ സിംഗിന്റെ ജീവിതകഥ പറയുന്ന ബോളിവുഡ് സിനിമയാണ് ഭാഗ് മിൽഖ ഭാഗ്. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്നു മുതലാണ് നിരോധിച്ചത്? 2020 ജനുവരി 1 മുതൽ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്നു മുതലാണ് കേരളത്തിൽ നിരോധിച്ചത്? 2020 ജനുവരി 1. മിൽഖ സിംഗിന് വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ്? 1960 റോം ഒളിമ്പിക്സ് ആണ്. 1960 റോം ഒളിമ്പിക്സ്. ദ റൈസിംഗ് ഓഫ് മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ്? മിൽഖ സിംഗിന്റെ ആത്മകഥയാണ് ദ റൈസിംഗ് ഓഫ് മൈ ലൈഫ്. സാമ്പത്തികമായി പിന്നോക്കമായവർക്ക് 10% സംവരണം അനുവദിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. 2019 ജനുവരി മാസത്തിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ടൈറ്റാനും ചേർന്ന് ആവിഷ്കരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് വാച്ചാണ് ടൈറ്റാൻ പേ. ടൈറ്റാൻ പേ. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? തീർത്ഥം. 2021 മാർച്ചിൽ ബ്രിട്ടാനിയയുടെ അഡീഷണൽ ഡയറക്ടറായി നിയമിക്കപ്പെട്ട മുൻ റിസർവ് ബാങ്ക് ഗവർണറാണ് ഉർജിത് പട്ടേൽ. ബ്രിട്ടാനിയയുടെ അഡീഷണൽ ഡയറക്ടർ. അവസാനത്തെ ചോദ്യം. 2021 ഓഗസ്റ്റിൽ LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായത് മിനി ഐപ്പാണ്. മിനി ഐപ്പ് LICയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതയായത് 2021 ഓഗസ്റ്റിൽ. 2021 ഓഗസ്റ്റിൽ LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായത് മിനി ഐപ്പാണ്. അപ്പോൾ നമ്മൾ 1000 ചോദ്യങ്ങളാണ് ഈ വീഡിയോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി എത്രയും പെട്ടെന്ന് ഇട്ട് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്